ഗുഡ് മോർണിംഗ്. രാവിലെ മഴയുണ്ടോ എല്ലാവർക്കും? ഇന്നും ഇവിടെ മഴ ദിവസമാണേ. ഇനിയിപ്പം ഈ മാസം അടുത്ത മാസമൊന്നും മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ നടക്കുകയല്ലോ. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ വൈറൽ ഫീവറും അതുപോലെ തന്നെ ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളൊക്കെ ഇപ്പോൾ സാധ്യത കൂടുതലാണ്. വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, അതുപോലെ തന്നെ എലിപ്പനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളവുമായിട്ടൊക്കെ കൂടുതൽ ഇടപെടുന്നവർ നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്സിസൈക്ലിൻ ഗുളികയൊക്കെ മേടിച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ എടുക്കണം. ഞാനൊരു ആരോഗ്യ പ്രവർത്തകയായിരുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ പറഞ്ഞ് ശീലിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ആഗ്രഹിക്കുകയാണ് അങ്ങനെ പറയാനായിട്ട്. നമ്മളെക്കൊണ്ട് ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അത് നമ്മുടെ ജീവിത വിജയമല്ലേ. അപ്പം അങ്ങനെ മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കുന്നതിലും നമ്മൾ നല്ലതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും, എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഏത് കാഴ്ചപ്പാടിലാണ് പറയുന്നതെന്നൊക്കെ. അപ്പം പിന്നെ പനിയാണെങ്കിലും നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ വൈറൽ ഫീവർ പിടിച്ചിട്ട് ഞാൻ ഒരാഴ്ച പണി മുടക്കിലായിപ്പോയി. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിലൊരാൾ എന്തെങ്കിലും വയ്യായി വന്നാൽ ആ കുടുംബത്തിൻ്റെ തന്നെ ബാലൻസ് തെറ്റിപ്പോവും. ഇപ്പം നിസ്സാരമാണ്, ഞാനിവിടെ പനിയായിട്ട് പോലെ നമ്മൾ കുടുംബത്തിൻ്റെ ഒഴുക്കിനെ അത് ഒരു പ്രതികൂലമായിട്ട് ബാധിക്കും എല്ലാ കാര്യങ്ങളും. ഏണിങ് മണി മാത്രമല്ലല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. പിന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് കണ്ടോ, ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ചെറുപയർ കറിയാണ്. കണ്ടോ, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചെറുപയർ കറി, ചെറുപയർ നമ്മൾ തേങ്ങയും ജീരകവും 2 പച്ചമുളകും കൂടെ അരച്ചിട്ട് കറി അരച്ച് ചേർക്കും. എന്നിട്ട് നമ്മൾ കടുകൊന്നും പൊട്ടിക്കത്തില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, കരിവേപ്പിലയും ഇടും. അപ്പം നല്ല ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തി ഉണ്ടോ, നല്ല ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്? ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും. അപ്പം അതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു. ഓക്കേ.